സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും എന്നാൽ അത് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ MSME ദിനാചരണവും പുരസ്കാരദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന തരത്തിൽ പോസിറ്റീവായ ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും ഉയർന്നു വരേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി. നികുതി ഭാരം വർദ്ധിപ്പിച്ച് സംരംഭകരെയും കച്ചവടക്കാരെയും പ്രയാസപ്പെടുത്തുന്നതിന് പകരം നികുതി ശൃംഖല വ്യാപകമാക്കുകയാണ് സർക്കാർ നയമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വലിയ ധനപ്രതിസന്ധിയിലൂടെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. അതൊന്നും നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പാടില്ല. ഞങ്ങൾ എന്താ ചെയ്തത്? സാമ്പത്തിക പ്രതിസന്ധിയാണ്, എന്നാൽ കുറെ നികുതി നിർദ്ദേശങ്ങൾ അങ്ങ് വർദ്ധിപ്പിച്ചു കളയാം എന്ന് കരുതിയില്ല. നികുതി നിർദ്ദേശങ്ങൾ വർദ്ധിപ്പിക്കുന്നതല്ല ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയം. അതിന് വളരെ വളരെ വ്യത്യസ്തമായ, ഇതുവരെ കാണാത്ത ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നികുതി വർദ്ധിപ്പിച്ച് എല്ലാ മേഖലകളിലുമുള്ള സംരംഭകരെ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നവരെ, ട്രേഡ് ചെയ്യുന്ന ആളുകളെ പ്രയാസത്തിലാക്കുകയല്ല വേണ്ടത്. നികുതിയുടെ നെറ്റ്വർക്ക് ഞങ്ങൾ വ്യാപകമാക്കും. കൂടുതൽ ആളുകളിൽ നിന്ന് നികുതി വരുന്ന തരത്തിൽ കൂടുതൽ അതിന്റെ നെറ്റ്വർക്ക് കൂടുതൽ വ്യാപകമാക്കും. അതേസമയം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? കേരളം ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അതിനെ മറികടക്കാൻ കൂടുതൽ നിക്ഷേപങ്ങളും പണവും സംസ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ടെന്നും മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സാങ്കേതികവിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്തുന്ന എല്ലാ നിക്ഷേപകർക്കും സർക്കാർ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർക്ക് മുന്നോട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. അതുകൊണ്ട് വ്യവസായ രംഗത്ത് തീർച്ചയായും വലിയ മാറ്റങ്ങളുണ്ടാവും. 2 മാസത്തെ നമ്മുടെ അനുഭവം അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് സ്വീകരിക്കുന്നില്ല. പക്ഷെ വളരെ എൻകറേജിംഗ് ആണ്. കാരണം എന്താ, സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ നൂറ്റാണ്ടിൽ നമുക്കറിയാം സാങ്കേതിക